ഇവിടെ കേന്ദ്രത്തിനും ചെയ്യാം ചില കാര്യങ്ങളുണ്ട്. ഇവരെ ജീവനക്കാരെ അംഗീകരിക്കാം. നമുക്കറിയാം 26,000 പേർ മാത്രമാണ് കേരളത്തിലുള്ളത് എങ്കിലും 10 ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിലെമ്പാടും ഈ ആശാ വർക്കർമാരായി ഉണ്ട് എന്നുള്ളതാണ് ഒരു കണക്ക്. അതിൽ അവർക്ക് ശമ്പളം അത്തരത്തിൽ വന്നാൽ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരും, അവർക്ക് പെൻഷൻ കിട്ടും. അങ്ങനെ കേന്ദ്ര സർക്കാരിനും ചെയ്യാൻ, അത് പൂർണ്ണമായും കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് പണം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നല്ലല്ലോ. അതിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ ഉണ്ടല്ലോ. അതിനെന്താണ് അനുഭാവപൂർവ്വം കാണാത്തത്? അല്ല, ഈ ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥയിലൊക്കെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരണമെന്നും അവർക്ക് പെർമനന്റ് ആയ ചില ആനുകൂല്യങ്ങൾ കിട്ടണമെന്നും അവർക്ക് പിരിയുന്ന സമയത്ത് ഒരു നിശ്ചിത തുക കൊടുക്കണമെന്നും അവർക്ക് പെൻഷൻ കൊടുക്കണമെന്നും ഉള്ള കാര്യത്തിലൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ മാറ്റം വരണം. അതിലൊന്നും ഒരു തെറ്റില്ല. അതൊക്കെ ആ ആവശ്യങ്ങളോടൊക്കെ BJPക്ക് അനുഭാവമേ ഉള്ളൂ. അതല്ല, ഞങ്ങൾ ഇവരെ സമരത്തിൽ പോയിട്ട് പ്രസംഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിനെ അട്ടിമറിക്കാനൊന്നല്ല. ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റുമോ? ഇവരെന്ത് പേടിത്തൊണ്ടന്മാരാ, എന്ത് വർത്താനായി പറയുന്നത്? ഹരിയാനയിൽ കർഷക സമരം മറ്റേ ട്രാക്ടറായി വന്നിട്ട് ഹൈവേ ബ്ലോക്ക് ചെയ്തു ദിവസങ്ങളോളം. എന്തായി? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ വന്നു. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു സർക്കാരിനെ ആർക്കും, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. 8ാം ക്ലാസ് കുട്ടികളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുള്ള കാലം അത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ലോകം മുഴുവൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാലം. അതുകൊണ്ട് അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഗവൺമെന്റിനെ അട്ടിമറിക്കാനൊന്നും അല്ല സമരം. ഞങ്ങൾക്ക് ഇവരുടെ സമരത്തോട് അനുഭവമേ ഉള്ളൂ. ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇവിടെ കുറെ സംസ്ഥാനങ്ങളുടെ സംഖ്യ പറഞ്ഞു. ഓരോ സംസ്ഥാനത്തെയും ജീവിത നിലവാരവും ജീവിത വില സൂചികയ്ക്കും അനുസരിച്ചിട്ടാണ് ആ സംസ്ഥാനത്തെ മിനിമം വേജസും മറ്റ് വേതനങ്ങളും നിശ്ചയിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് എവിടെ അറിയോ? ഹരിയാനയില. കേരളത്തെക്കാൾ കൂലി ഹരിയാന. എന്തുകൊണ്ടാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിത ചെലവുള്ള സംസ്ഥാനം ഹരിയാനയാണ്. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ. ഹരിയാനയിലെ ക്ഷേമ പെൻഷൻ എത്രയാണ്? ഇവിടെ 1,600 രൂപയാണല്ലോ. ഹരിയാനയിൽ 3,000 രൂപയാണ്. വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഇതൊക്കെ ഹരിയാനയിൽ മറ്റേ 3,000 രൂപയാണ്. അപ്പൊ അവിടുത്തെ ജീവിത നിലവാരം അതാണ്. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പല കാര്യത്തിലും ഉണ്ടാവും. അതൊന്നും നിങ്ങൾ വലിയ സംഭവമാക്കി പറയണ്ട. പിന്നെ ഈ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങുന്ന PSC ചെയർമാൻ കേരളത്തിലുണ്ടല്ലോ. അതിനൊക്കെ പൈസ ഉണ്ട് അല്ലേ? എത്ര? 4 ചില്ലാൻ ലക്ഷം രൂപയാണ് PSC ചെയർമാന്റെ ശമ്പളം. കേരളത്തിൽ എത്ര PSC അംഗങ്ങൾ? 21 പേര്. അംഗങ്ങൾക്ക് എത്ര? 380. നിങ്ങളറിയോ, ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളത്. സ്വാഭാവികമാണ്, കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. അവിടെ 7 PSC അംഗങ്ങളും ഒരു സെക്രട്ടറി അടക്കം 8 ആളാണ്. ഇവിടെ 22 ആളാണ്. അപ്പൊ ഈ കൊച്ചു കേരളത്തിൽ 21 ആളെ തീറ്റിപ്പോ ഒക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. 3-4 ലക്ഷം പ്രധാനമന്ത്രിനെക്കാട്ടും ശമ്പളം കൊടുത്തിട്ട് അതിന് പൈസ ഉണ്ട്. ഹൈക്കോടതി അഭിഭാഷകന്മാരുടെ ശമ്പളത്തിനും വലിയ വർധന, 1,40,000 രൂപയാണ് ശമ്പളം. കൊടുക്കേണ്ടതൊന്നും ഞാൻ പറയില്ല. വക്കീൽമാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ, കാരണം ഞാനും വക്കീല. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആ സമയത്ത് നിങ്ങൾക്ക് ബാധകമല്ല. അതൊന്നും ശരിയല്ല. എന്നിട്ട് ഈ സമരത്തോട് നിങ്ങൾ നിലപാട് എടുക്കരുത്. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് മാറ്റണം. പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പൈസ കൊടുക്കാനില്ലെങ്കിൽ കടം പറയാം, പക്ഷെ നിലപാട് മാറ്റണം. ഈ സമീപനം മാറ്റണം. നിങ്ങൾ തൊഴിലാളി വർഗ സർക്കാരാണെന്ന് പറഞ്ഞാൽ പോരാ, അത് ഇവിടെ ഫലത്തിൽ കാണണം. ഇവിടെ ചുവന്ന കൊടി കുടിക്കാത്തവൻ ചെയ്യുന്ന സമരം ആണെങ്കിലും തൊഴിലാളി ചെയ്യുന്ന സമരമാണ്. അത് ആര് ചെയ്താലും ആ സമരത്തെ അനുഭവം കണ്ട് അവരുടെ കാര്യങ്ങൾ കണക്കിലെടുത്ത് പൈസ ഇന്നില്ലെങ്കിൽ നാളെയെങ്കിലും കൊടുക്കാനുള്ള സംവിധാനത്തെ പറ്റി ചിന്തിക്കണം. ഇത് കേന്ദ്രത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണോ? അത് സംസ്ഥാനത്തെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഭരണ പ്രതിപക്ഷ MP-മാർ ഒരുമിച്ച് ചെയ്യണം. BJPയുടെ MP ഉണ്ടല്ലോ ഇപ്പോൾ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നിട്ട് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യാം. അങ്ങനെ ഇതൊരു അനുഭവപൂർവ്വം സമൂഹത്തിന്റെ എന്തിനാ ഞങ്ങൾ ബഡ്ജറ്റ് കേരളം കണ്ട ഏറ്റവും നല്ല ബഡ്ജറ്റാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? 3 ലക്ഷം കോടി ഉറുപ്പ്യ റോഡ് നന്നാക്കാൻ തന്നത്. 3 ലക്ഷം കോടി ഉറുപ്പ്യ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടോ? അത്രയും പൈസ കേരളത്തിൽ 957 ശേഷം 530 കോടി രൂപയാണ്. 530 കോടി രൂപയാണ് 50 കൊല്ലത്തെ വായ്പയ്ക്ക് കൊടുത്തത്. 50 കൊല്ലത്തെ വായ്പ ആലോചിച്ച് ഇപ്പൊ CPM ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. 50 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ടി ഇവിടെ ഉണ്ടാവുമോ? 530 കോടി രൂപ 50 കൊല്ലത്തെ പലിശ ഇല്ലാത്ത. പിന്നെ എന്ത് സംശയം? ബംഗാളിൽ എന്തായി? കഷായത്തിൽ കൂട്ടാനുണ്ടോ? ബംഗാളില്
ഉണ്ടോ കഷായത്തിന് കൂട്ടാൻ? അങ്ങനെയല്ലേ, ഒരു കഷായത്തിന് ഒരു പേരിന് കൂട്ടാൻ ഒരു MP ഒരു MLA ഇല്ലല്ലോ. അതൊക്കെ സത്യമാവും. വർഗീയതയെല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിൽ വരും, വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോവുകയും ചെയ്യുന്നത്. അതൊന്നും കണ്ടത് നിങ്ങൾക്ക് കുളിരേണ്ട കാര്യമില്ല. ബംഗാളിലെ കേരളത്തിൽ 100 വർഷമായി നിൽക്കല്ലേ? UP-യേക്കാൾ കൂടുതൽ RSS ശാഖയുണ്ടല്ലോ ഈ കേരളത്തിൽ. എന്താ കേരളത്തിൽ മുന്നേറാത്തത്? എന്താ ബംഗാളിനെ പറ്റി? ബംഗാളിലേക്ക് നോക്കൂ. ഞാൻ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോഴുള്ള പ്രസംഗ. ബംഗാളിലേക്ക് നോക്കൂ, ഒന്ന് നോക്കിപ്പം ആരുമില്ല, ഒരു കുട്ടിയില്ല. ത്രിപുരയിൽ എന്തായി? BJP വന്നു 1.5 കൊല്ലം കൊണ്ടാണ് ഞങ്ങൾ ത്രിപുര പിടിച്ചത്, വെറും 1.5 കൊല്ലം കൊണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട. ഈ 290 കോടി രൂപ വയനാടിന് കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തു, പിന്നെ 530 കോടി രൂപ പദ്ധതി നടപ്പിലാക്കിയതിന്റെ തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ. ഫെബ്രുവരി 16 മുതൽ മാർച്ച് 31 വരെയുള്ള 45 ദിവസം, 46-ാം ദിവസം പദ്ധതി പൂർത്തിയാക്കിയില്ലെങ്കിൽ പണം തിരിച്ചടക്കണമെന്നാണ് വ്യവസ്ഥ. അതോ വായ്പ പലിശരഹിതമായ, അല്ലാതെ 1 രൂപയുടെ സഹായവും വിഷയം മാറുന്നു. നമുക്ക് 1 രൂപയും അതിനകത്ത് വായ്പയാകാതെ സഹായമില്ല. നമ്മുടെ വിഷയം മാറുന്നു. ദയവായി വിഷയത്തിലേക്ക് വരും സർ. 700 കോടി രൂപ നാട്ടുകാർ സംഭാവന എന്താക്കി? അതൊക്കെ ഗവൺമെന്റ് ചെയ്തോളും. അതെല്ലാം ഗവൺമെന്റ് ചെയ്തോളും. നാട്ടുകാർ കൊടുത്ത സംഭാവനയാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അവർ വളരെ സുതാര്യമായ കാര്യങ്ങളെല്ലാം തീരുമാനം എടുത്തോളും. അവിടെ സമരം നടക്കുക, ഒരു ചുക്കും ചെയ്യാത്തത് കൊണ്ട് സമരം നടക്കുകയാണ്. അത് പോട്ടെ. അതുകൊണ്ട് അനുഭാവപൂർവ്വം പരിഗണിക്കണം. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചിരുന്ന് വരെ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണം. അതാണ് BJP-യുടെ അഭിപ്രായം. ശരി, ശ്രീ ഷാജിർ ഖാൻ, ഇവിടെ ഞാൻ